രാഷ്ട്രീയ ഗതിവിധികൾ നിർണ്ണയിക്കുന്ന 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പുറത്തുവന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ രാഷ്ട്രീയ കേരളത്തെ അമ്പരപ്പിച്ചിരിക്കുകയാണ്. വോട്ടെടുപ്പ് പൂർത്തിയായതിനു പിന്നാലെ വിവിധ ഏജൻസികൾ പുറത്തുവിട്ട സർവേകളിൽ ഭൂരിഭാഗവും UDF അനുകൂലമായ തരംഗമാണ് പ്രവചിക്കുന്നത്. കേരള രാഷ്ട്രീയത്തിലെ ഭരണ തുടർച്ച എന്ന LDFന്റെ സ്വപ്നങ്ങൾക്ക് മങ്ങലേൽപ്പിക്കുന്നതാണ് പുറത്തുവന്ന പ്രവചനങ്ങൾ. വോട്ടെടുപ്പിന് ശേഷം പുറത്തുവന്ന എക്സിറ്റ് പോളുകളിൽ UDFന് വലിയ ആവേശമാണ് ലഭിച്ചിരിക്കുന്നത്. ആക്സിസ് മൈ ഇന്ത്യയുടെ റിപ്പോർട്ട് പ്രകാരം UDF 90 സീറ്റുകൾ വരെ നേടി അധികാരം തിരിച്ചുപിടിക്കാനുള്ള സാധ്യതയുണ്ട്. 2021 തിരഞ്ഞെടുപ്പിൽ നേരിട്ട തിരിച്ചടികളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ശക്തമായ തിരിച്ചുവരവിനാണ് UDF കളമൊരുക്കിയത്. പ്രധാനമായും ഭരണവിരുദ്ധ വികാരവും നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റവും യുവാക്കൾക്കിടയിലെ തൊഴിലില്ലായ്മയും UDFന് ഗുണകരമായെന്നാണ് പ്രാഥമിക വിശകലനങ്ങൾ സൂചിപ്പിക്കുന്നത്. 85-ലധികം സീറ്റുകൾ ഉറപ്പായും ലഭിക്കുമെന്നും തരംഗമുണ്ടായാൽ അത് 90 കടക്കുമെന്നും UDF നേതൃത്വം ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. രണ്ടാം പിണറായി സർക്കാരിന്റെ ഭരണ തുടർച്ച പ്രവചിക്കുന്നതിൽ ഭൂരിഭാഗം എക്സിറ്റ് പോളുകളും പരാജയപ്പെട്ടത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ വലിയ രീതിയിൽ ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട്. ഒരു സർവേയും വ്യക്തമായ ഭരണ തുടർച്ച പ്രവചിക്കാത്ത സാഹചര്യത്തിൽ എക്സിറ്റ് പോളുകളെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് LDF ഇതിനെ നേരിടുന്നത്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഇടതുപക്ഷ അനുകൂലികൾ സർവേകളെ ശാസ്ത്രീയമല്ലെന്ന് വിശേഷിപ്പിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. മുൻപും എക്സിറ്റ് പോളുകൾ തെറ്റിയിട്ടുള്ള ചരിത്രം അവർ ചൂണ്ടിക്കാട്ടുന്നു. എന്നിരുന്നാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉന്നത ഉദ്യോഗസ്ഥരോടും മുഖ്യമന്ത്രിമാരോടും സംസാരിക്കവേ നേരിയ ഭൂരിപക്ഷത്തോടെയാണെങ്കിലും LDF അധികാരത്തിൽ വരുമെന്ന ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ. കേരളത്തിൽ ഇത്തവണ BJP അക്കൗണ്ട് തുറക്കുമോ അതോ ഒന്നിലധികം സീറ്റുകൾ നേടുമോ എന്നതാണ് ശ്രദ്ധേയമായ മറ്റൊരു കാര്യം. PMARC പോലുള്ള ഏജൻസികൾ BJPക്ക് 4 സീറ്റുകൾ വരെ പ്രവചിക്കുന്നുണ്ട്. പീപ്പിൾ ഇൻസൈറ്റ് പുറത്തുവിട്ട സർവേ ആകട്ടെ NDA സഖ്യം 14 സീറ്റുകൾ വരെ നേടിയേക്കാം എന്ന് ഞെട്ടിക്കുന്ന പ്രവചനമാണ് നടത്തുന്നത്. വോട്ട് വീതത്തിൽ വലിയ വർധനവ് ഉണ്ടാകുമെന്ന പ്രവചനങ്ങൾ BJP ക്യാമ്പുകളിൽ വലിയ പ്രതീക്ഷ നൽകുന്നു. വിവിധ പ്രമുഖ ഏജൻസികൾ പുറത്തുവിട്ട എക്സിറ്റ് പോൾ ഫലങ്ങൾ കേരളത്തിൽ ശക്തമായ ഭരണമാറ്റത്തിനുള്ള സാധ്യതയാണ് വിരൽ ചൂണ്ടുന്നത്. ഇതിൽ ആക്സിസ് മൈ ഇന്ത്യ UDFന് വലിയ മുന്നേറ്റം പ്രവചിക്കുന്നു. അവർക്ക് 85 മുതൽ 90 സീറ്റുകൾ വരെ ലഭിക്കുമ്പോൾ LDFന് 45 മുതൽ 50 സീറ്റുകളും NDAക്ക് 0 മുതൽ 2 സീറ്റുകളും മാത്രമാണ് പ്രവചിക്കപ്പെടുന്നത്. ടൈംസ് നൗ GVC പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം UDFന് 74 മുതൽ 84 സീറ്റുകളും LDFന് 52 മുതൽ 58 സീറ്റുകളും NDAക്ക് 1 മുതൽ 3 സീറ്റുകളും ലഭിച്ചേക്കാം. PMARC നടത്തിയ സർവേയിൽ UDFന് 75 മുതൽ 80 സീറ്റുകളും LDFന് 56 മുതൽ 62 സീറ്റുകളും നേടുമെന്ന് വ്യക്തമാക്കുന്നു. NDAക്ക് 2 മുതൽ 4 സീറ്റുകൾ വരെയാണ് ഇവിടെ പ്രവചിക്കപ്പെടുന്നത്. എന്നാൽ പീപ്പിൾ ഇൻസൈറ്റിന്റെ റിപ്പോർട്ടിൽ UDFന് 68 മുതൽ 74 സീറ്റുകൾ പ്രവചിക്കുമ്പോൾ തന്നെ NDAക്ക് വലിയ കുതിച്ചുചാട്ടം ഉണ്ടാകുമെന്നും അവർ 8 മുതൽ 14 സീറ്റുകൾ വരെ നേടിയേക്കാമെന്നും സൂചിപ്പിക്കുന്നു. ഈ തിരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്ന് സർക്കാരിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരമാണ്. സർക്കാരിനെതിരെ ഉയർന്ന വിവിധ അഴിമതി ആരോപണങ്ങളും നികുതി വർധനവും ജനങ്ങളെ ഭരണപക്ഷത്തു നിന്ന് അകറ്റിയിട്ടുണ്ടോ എന്നത് വോട്ടെണ്ണൽ ദിനത്തിൽ മാത്രമേ വ്യക്തമാകൂ. അതോടൊപ്പം തന്നെ കേരളത്തിലെ ന്യൂനപക്ഷ വോട്ടുകളുടെ നിലപാടും UDFന്റെ വിജയ സാധ്യതയിൽ നിർണായകമാകും. ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം UDFന് അനുകൂലമാണെന്നാണ് നിലവിലെ സർവേകൾ സൂചിപ്പിക്കുന്നത്. കൂടാതെ NDA നേടുന്ന വോട്ട് വിഹിതവും ഇത്തവണ ഏറെ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. BJP പിടിക്കുന്ന ഓരോ വോട്ടും LDFന്റെയോ UDFന്റെയോ വിജയ സാധ്യതകളെ എങ്ങനെ ബാധിക്കുമെന്നത് സീറ്റ് നില നിർണ്ണയിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കും. മെയ് മാസത്തിലെ വോട്ടെണ്ണൽ ദിനത്തിലേക്ക് കേരളം ഉറ്റുനോക്കുകയാണ്. എക്സിറ്റ് പോളുകൾ വെറും പ്രവചനങ്ങൾ മാത്രമാണെന്നും യഥാർത്ഥ ജനവിധി പെട്ടിയിലുണ്ടെന്നും എല്ലാ മുന്നണികളും വിശ്വസിക്കുന്നു. 2026 ഏപ്രിൽ 9 നടന്ന ഒറ്റഘട്ട വോട്ടെടുപ്പിൽ പോളിംഗ് രേഖപ്പെടുത്തിയത് ആർക്ക് അനുകൂലമെന്ന് അറിയാൻ ഇനി 4 ദിവസത്തെ കാത്തിരിപ്പ് കൂടി ബാക്കിയുണ്ട്. പശ്ചിമ ബംഗാളിൽ BJP മുന്നേറുന്ന പോൾ ഡയറി റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട്. കേരളത്തോടൊപ്പം തമിഴ്നാട്, അസം, പുതുച്ചേരി എന്നിവിടങ്ങളിലെയും ജനവിധി രാജ്യം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്.